വിജയ് സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് ഇന്ന് നടക്കും. TVK സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റാണിത്. ഈ ബജറ്റിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സർക്കാർ കോളേജുകളിൽ പ്രവേശനം നേടുന്ന സർക്കാർ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് 8,000 രൂപ ധനസഹായവും ചെറുകിട കർഷകരുടെ മക്കൾക്ക് സൗജന്യ ഉന്നത വിദ്യാഭ്യാസവും ഉൾപ്പെടെയുള്ള പദ്ധതികൾ പരിഗണനയിലെന്ന് വിവരങ്ങളുണ്ട്. ഓഗസ്റ്റ് 5-ന് നിയമസഭയിൽ തമിഴ്നാട് ബഡ്ജറ്റും ഓഗസ്റ്റ് 6-ന് കർഷക ബഡ്ജറ്റും അവതരിപ്പിക്കും. വിദ്യാഭ്യാസം സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന ആവശ്യം ബഡ്ജറ്റിൽ സർക്കാർ വീണ്ടും ഉന്നയിച്ചേക്കാനും സാധ്യതയുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം, നീറ്റ് പരീക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാരിന്റെ നിലപാടുകളും ബഡ്ജറ്റിൽ വ്യക്തമാകുമെന്നാണ് സൂചനകൾ. വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണങ്ങൾ ലക്ഷ്യമിട്ട് സർക്കാർ തയ്യാറാക്കുന്ന 5 വർഷത്തെ പദ്ധതിയായ വെട്രി തമിഴ്നാടിന്റെ ഭാഗമായാണ് പുതിയ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ ഉറപ്പാക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ബിരുദ പഠനം മുതൽ ഗവേഷണ തലത്തിലുള്ള കോഴ്സുകൾ വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈടില്ലാതെ 20 ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പ അനുവദിക്കുന്ന പദ്ധതിയും പരിഗണനയിലുണ്ട്. 2 ഏക്കറിൽ താഴെ കൃഷിഭൂമിയുള്ള ചെറുകിട കർഷകരുടെ മക്കൾക്ക് സൗജന്യ ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചേക്കും. സർക്കാർ സ്കൂളുകൾ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ പ്രവേശനത്തിൽ നിലവിലുള്ള 7.5% സംവരണം 10% ഉയർത്താനുള്ള നിർദ്ദേശവും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. സർക്കാർ പ്രൊഫഷണൽ കോളേജുകൾ ഇല്ലാത്ത ജില്ലകളിൽ 5 പുതിയ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകൾ ആരംഭിക്കാനും 30 സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളെ സ്വയംഭരണ സ്ഥാപനങ്ങളാക്കി ഉയർത്താനും പദ്ധതിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നൂതന സാങ്കേതിക വിദ്യകൾക്ക് പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബയോടെക്നോളജി, കാലാവസ്ഥാ സാങ്കേതിക വിദ്യ, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ പഠനത്തിനും ഗവേഷണത്തിനുമായി പെരിയാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമർജിംഗ് ടെക്നോളജി എന്ന പ്രത്യേക സർവകലാശാല സ്ഥാപിക്കാനുള്ള നിർദ്ദേശവും പരിഗണനയിലുണ്ട്. 5 വർഷത്തെ വിദ്യാഭ്യാസ വികസന പദ്ധതിയുടെ ഭാഗമായാണ് ഈ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത്. ബഡ്ജറ്റ് അവതരണത്തോടെ പദ്ധതിയുടെ വിശദാംശങ്ങൾ, നടപ്പാക്കൽ രീതികളും വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ. ഭരണത്തിലോ രാഷ്ട്രീയത്തിലോ യാതൊരു പരിചയവുമില്ലാത്ത നടൻ മാത്രമായ വിജയെ കൊണ്ട് ഒന്നും സാധിക്കില്ലെന്ന് എതിരാളികൾ പല ഭാഗത്തുനിന്നും തിരിച്ചടിച്ചു. എന്നാൽ വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് പറഞ്ഞതും പറയാത്തതുമായ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. തമിഴ്നാടിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ദ്രാവിഡ പാർട്ടികളെ പുറത്തു നിർത്തിക്കൊണ്ട് വിജയ് അധികാരത്തിലേറിയിട്ട് 2 മാസം പൂർത്തിയാകുന്നതേയുള്ളൂ. സൗജന്യ വൈദ്യുതിയും മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളും സ്ത്രീകൾക്കായുള്ള പ്രത്യേക സേനയും അടക്കം നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചു. ക്രിമിനലുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പോലീസ് മേധാവികൾക്കും ജില്ലാ കളക്ടർമാർക്കും മുഖ്യമന്ത്രി വിജയ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. രാഷ്ട്രീയ ഇടപെടലുകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും കൊടും ക്രിമിനലുകളാണെങ്കിലും വിചാരണയോ നീതിയോ വൈകരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിരവധി വാഗ്ദാനങ്ങൾ വിജയ് പ്രഖ്യാപിച്ചിരുന്നു. അധികാരത്തിലേറി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വൈദ്യുതി സൗജന്യമാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു. 200 യൂണിറ്റ് വരെ വൈദ്യുതിയാണ് സൗജന്യമാക്കിയത്. തമിഴ്നാട്ടിലെ 2.4 കോടി കണക്ഷനുകൾക്ക് ഇത് ഉപകരിക്കും. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി സിംഗപ്പൻ എന്ന പേരിൽ ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. കൂടാതെ മയക്കുമരുന്ന് മാഫിയ അടിച്ചമർത്താൻ ആന്റി ഡ്രഗ് ടാസ്ക് ഫോഴ്സും നിലവിൽ വന്നു. അധികാരമേറ്റ് 48 മണിക്കൂറിനുള്ളിൽ വിദ്യാലയങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും 500 മീറ്റർ പരിധിയിലുള്ള 717 ടാസ്മാക് മദ്യവിൽപ്പനശാലകൾ പൂട്ടാൻ അദ്ദേഹം ഉത്തരവിട്ടതും പ്രശംസ നേടി. തമിഴ്നാട്ടിലെ പൊതുഗതാഗത സംവിധാനത്തിലെ എല്ലാ ബസ്സുകളും എയർ കണ്ടീഷൻഡ് ആക്കുമെന്നും വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർവീസിനായി പുതിയ 300 ബസ് കഴിഞ്ഞയാഴ്ച വിജയ് ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു. അതിലൊന്നിൽ വിജയ് യാത്രയും ചെയ്തു. പൊതുഗതാഗത ശൃംഖലയെ ആധുനികവൽക്കരിക്കാനും മികച്ച സൗകര്യങ്ങൾ ഒരുക്കാനുമാണ് TVK സർക്കാരിന്റെ പദ്ധതി. ഇനിയും സാധാരണക്കാർക്ക് സഹായകരമാകുന്ന പദ്ധതികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തമിഴ്നാട് ജനത. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.